ആരോഗ്യവും സമയവും ഉണ്ടെങ്കിൽ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നിർബന്ധമായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലി എന്ന് പറയുമ്പോൾ സൈലൻ്റാണ്, കാരണം അവിടെ സൗണ്ട് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഈ ചീവീടുകളെ സൗണ്ട് കാരണം ഈ കാട്ടിലൊക്കെ ഏറ്റവും കൂടുതലുണ്ടാകുക. ചെറിയൊരു ജീവിയാണെങ്കിലും കാട് മുഴുവൻ നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ സൗണ്ടാണ് ഏറ്റവും കൂടുതൽ കേൾക്കുക. പക്ഷേ ഈ സൈലൻറ്റ് വാലിയിൽ ചീവീടുകൾ ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ ചീവീട് സൗണ്ടൊക്കെ ചില സ്ഥലത്തൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇവിടുത്തെ അട്രാക്ഷനായിട്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ കേട്ടത് ഈ സിംഹവാലം കുരങ്ങുകൾ. അവിടെ എന്തോ വാട്ടർ പ്രോജക്റ്റൊക്കെ ഇലക്ട്രിസിറ്റിൻ്റെ ഇതൊക്കെ വരാനുള്ള പരിപാടികളുടെ സമയത്ത് അതിനെതിരായിട്ടൊക്കെ സമരം ചെയ്തപ്പോൾ അവിടെ സിംഹവാലം കുരങ്ങുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ അട്രാക്ഷൻ. വേറെ നമ്മൾ ഈ വൈൽഡ് ലൈഫൊക്കെ കാണാമെന്ന് കരുതി പോയാൽ അതൊക്കെ പൊതുവെ അവിടെ കാണാൻ പ്രയാസമാണ്. പിന്നെ ഒന്നാമത് മറ്റ് കാടുകളൊക്കെ അപേക്ഷിച്ച് ഈ മനുഷ്യൻ്റെ ഇടപെടലുകൾ തീരെ ഇല്ലാത്തൊരു കാടാണ്. അതായത് ശരിക്കും ഒരു റിയലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തൊരു ഫോറസ്റ്റ് തന്നെയാണ് സൈലൻറ്റ് വാലി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവികൾക്കൊക്കെ വെള്ളവും മറ്റുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ കാട്ടിൽ തന്നെ അവൈലബിൾ ആണ്, ആൾക്കാരെ ഇടപെടലില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്കും ആൾക്കാർ കാണുന്ന ഏരിയയിലേക്കൊക്കെ ഈ വന്യജീവികളൊക്കെ വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ കാണാൻ സാധ്യത വളരെ കുറവാണ് വന്യജീവികളൊക്കെ. പിന്നെ അവിടെ ഈ കാട്ടുപോത്തൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും, അതൊക്കെ ഞങ്ങൾ പോയിട്ട് കണ്ട്. പിന്നെ സിംഹവാലം കുരങ്ങനെ കാണാൻ പറ്റും, പിന്നെ പക്ഷികൾ അതൊക്കെ ഉണ്ട് കാണാൻ പറ്റും. അതൊക്കെയാണ് അവിടെ കാണാൻ പറ്റില്ല. പിന്നെ ഉള്ളത് നാച്ചുറൽ ഫോറസ്റ്റ് തന്നെയാണ്. തീരെ ആളുകളുടെ ഇടപെടലുകൾ തീരെ ഇല്ലാതെ വളരെ പ്യുവറായിട്ട് ശരിക്കും സംരക്ഷിച്ച ഒരു വനം തന്നെയാണ് സൈലൻറ്റ് വാലി. ഇപ്പം ഞാൻ നിലമ്പൂരിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ബോർഡറാണ് ശരിക്കും സൈലൻറ്റ് വാലിൻ്റെ ബോർഡർ തന്നെയാണ് നിലമ്പൂർ താലൂക്കൊക്കെ. നിലമ്പൂർ താലൂക്ക്, മണ്ണാർക്കാട് താലൂക്ക്, പിന്നെ തമിഴ്നാടിൻ്റെ ഈ നീലഗിരി ഡിസ്ട്രിക്റ്റ് ഒക്കെ ബോർഡറായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ സൈലൻറ്റ് വാലി എന്ന് പറയുന്നത്. പിന്നെ അട്ടകൾ ഭയങ്കരമായിട്ട് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ രണ്ട് പുഴകൾ നമുക്ക് അവിടെ പോകുമ്പോൾ കാണാൻ പറ്റും. ഈ അട്ടകടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പോയ മിക്കവാറും എല്ലാ ആൾക്കാരും അട്ട കടിച്ചിട്ടുണ്ട്. അത് അവിടെ പോയാൽ എന്തായാലും ഉണ്ടാവും. അത് നല്ലോണം സൂക്ഷിക്കണം, അല്ലെങ്കിൽ കാല് ഇളക്കാതെ നടന്നുകൊണ്ടേ ഇരിക്കണം. ഇതുണ്ട് സിംഹവാലം കുരങ്ങ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അത് അവിടുത്തെ ഒരു അട്രാക്ഷൻ തന്നെയാണ്. അത് മിക്കവാറും പോകുന്നവർക്കൊക്കെ കാണാം. പിന്നെ അവിടെ രണ്ട് പുഴകൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഭവാനി പുഴ, പിന്നെ ഒന്ന് കുന്തിപ്പുഴ. ഈ രണ്ട് പുഴകൾ ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അതിൽ ഭവാനി പുഴ തമിഴ്നാട്ടിൽ കൂടെ ഒഴുകിയിട്ട് അത് കാവേരിയിൽ പോയി ചേരുന്ന പറയും. പിന്നെ മറ്റേ കുന്തിപ്പുഴ കേരളത്തിൽ ഈ ഭാരതപ്പുഴയിൽ പോയി ചേരുന്നൊരു പുഴയാണ്. രണ്ടും നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറൊക്കെ ഉള്ള പുഴയാണ്. കുളിക്കാനൊന്നും പറ്റില്ല, കാരണം അവിടെ സമ്മതിക്കില്ല കുളിക്കാനൊന്നും ഇറങ്ങാൻ. പിന്നെ നല്ല രസമാണ്, നിർബന്ധമായിട്ട് പോകണം. ഒഴിവുള്ള ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. പിന്നെ അവിടെ ജീപ്പ് നമ്മളെ സ്വന്തം വണ്ടി ഓടിച്ച് അതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അറേഞ്ച് ചെയ്യുന്ന ജീപ്പായിരിക്കും ഉണ്ടാകുക. അതിന് 600 ഇന്ത്യൻ റുപ്പീസ് കൊടുക്കണം നമുക്ക് ആ ജീപ്പിൽ പോകണമെങ്കിൽ. പിന്നെ അവിടെ ഒരു ദിവസം ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തു. നല്ല റിസോർട്ടുകളൊക്കെ അവൈലബിളാണ് അവിടെ. ഒരുപാടൊന്നും റേറ്റ് ഇല്ലാത്ത നല്ല റിസോർട്ടുകൾ അവൈലബിളാണ്. ഇതിപ്പോൾ ഞങ്ങൾ അന്ന് പോയപ്പോൾ താമസിച്ച റിസോർട്ടാണ്. അവിടെ ഇപ്പോൾ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടില്ലേ, അതൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് താമസിക്കാം. നല്ല വെതറാണ്, നല്ല രസമാണ്. എന്തായാലും മിക്കവാറും ഏതൊരു ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോയാലും ഇഷ്ടപ്പെടുന്ന ഒരു